പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇതിന്റെ പ്രൊമോഷൻസിന് ത്രൂ ഔട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി കാണുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ അത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവാതിരിക്കാൻ കുറച്ച് നാളും കൂടെ ഇത് സീക്രട്ടായിട്ട് വെച്ചേ പറ്റുള്ളൂ. പക്ഷെ കുറേ അധികം നല്ല നല്ല കോമൻസ് സിനിമ കണ്ടവരുടെ ഭാഗത്ത് നിന്ന് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള കോമൻസ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ കോപ്പി പേസ്റ്റ് കോമൻസും വരുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ട്രെൻഡാണത്. ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്തെങ്കിലും പറയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സിനിമയ്ക്ക് ദോഷം ചെയ്യാത്ത എന്ത് മറുപടിയും പറയാൻ ആയിട്ട് ഇവിടെ എൻറ്റയർ അല്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിൽ ഒരാൾ ഇതുവരെ തല പുറത്ത് കാണിച്ചിട്ടില്ല. മിസ്റ്റർ ജോൺ വന്ന് പുറകിലിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യം ചോദിക്കുക എന്നുള്ള പേടിയിലാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ആരംഭിക്കാം. 2024 എവിടെ നിർത്തിയോ അവിടെ 2025 തുടക്കം കുറിച്ചിരിക്കുന്നു. പേഴ്സണൽ ഹാപ്പിനെസ് എന്താണ്? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഓരോ സിനിമയുടെ വിജയവും വളരെ സ്പെഷ്യലാണ്. ഇടുന്ന എഫേർട്ട് സ്ക്രീനിൽ വരുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു ആ സിനിമ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജോഫിൻ എന്ന് പറഞ്ഞ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കറിന്റെ ഒരു മൈൽ സ്റ്റോൺ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 24 അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ ഇനിയുള്ള വർഷങ്ങൾ അങ്ങോട്ട്. അത് തന്നെയായിരുന്നു ഈ സിനിമ ഇത്രയും ഡിലേ ആവാനുള്ള കാരണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രീസ്റ്റ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് 4 വർഷം എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പ്രീസ്റ്റ് റിലീസായി 21 കഴിഞ്ഞ് 25 കൃത്യം 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത സിനിമ റിലീസാവുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ഈ സിനിമ ചെയ്തെടുക്കാൻ എന്നുള്ളത്. ഇപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു ക്ലറിക്കൽ ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുത്തു. ഒരുപാട് സന്തോഷം തന്നെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനൊരു നല്ല സമയവും മോശ സമയവും വരും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു വലിയ മോശ സമയത്തിന് ശേഷം വരുന്നൊരു നല്ല സമയം ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട്. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. ലെറ്റ്സ് സീ. ഇല്ല, ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എൻ്റെ ഇത് ആരെ കൊത്തിക്കൊണ്ടുപോകാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ തന്നെ ഉണ്ടായ കുറേ മാറ്റങ്ങളാണ്. ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ മൊത്തത്തിൽ ഒരടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസങ്ങളായിരിക്കും. തുടരാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. നോക്കാം. കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല മൊമെന്റ്സ് തിയേറ്ററിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാജുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും അതേപോലത്തെ ഒരു മെസ്സേജ് ഞാൻ അയച്ച ഒരു താങ്ക് യു മെസ്സേജ് റിപ്ലൈ ആയിട്ട് സെയിം മെസ്സേജ് എനിക്കും വന്നു. എന്തൊരു അപ്ഡേറ്റഡ് ആണെന്ന് ആലോചിക്കണം അദ്ദേഹം.